കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 24-26 വാക്യങ്ങൾ. ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവൻ. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. സാധാരണയായ ആളുകളെല്ലാവരും ചിന്തിക്കാറുള്ളത്, അവരവർ വിശ്വസിക്കുന്നത്, ചിന്തിക്കുന്നത്, അവരവരുടെ ബോധ്യങ്ങൾ, അവരവരുടെ ജീവിത രീതി, അതാണ് ശരിയെന്നുള്ളതാണ്. എല്ലാവരും അവരെക്കുറിച്ച് ശരിയെന്നുള്ള ബോധത്തിലാണ് ആളുകൾ ജീവിക്കുന്നത്. വിശ്വാസികൾ ഒട്ടും വ്യത്യസ്തരല്ല ഈ കാര്യത്തിൽ. വ്യത്യസ്തമായിരിക്കുന്ന ചിന്തകൾ, വ്യത്യസ്തമായിരിക്കുന്ന വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, ഉപദേശങ്ങൾ, സഭാ വ്യത്യാസങ്ങൾ, വ്യത്യസ്തരായിരിക്കുന്ന നിലയിൽ വിശ്വാസികൾ വ്യത്യസ്ത ചിന്തയിലും വിശ്വാസത്തിലും ആചാരങ്ങളുമായിരിക്കുമ്പോൾ തന്നെ ഓരോരുത്തരും ചിന്തിക്കുന്നത് തങ്ങളുടേതാണ് യഥാർത്ഥമാണ്, തങ്ങളുടേതാണ് ശരിയായിട്ടുള്ളത്. ഇങ്ങനെ എല്ലാവരും ശരിയാണെങ്കിൽ ശരി ഏതാണ്? ചിലരെങ്കിലും ഇതിനെക്കുറിച്ച് സംശയത്തോടെ വിലയിരുത്താറുണ്ട്. ആം ഐ റിയലി റൈറ്റ്? ഞാൻ ശരിക്കും ശരി തന്നെയാണോ? ഞാൻ ചിന്തിക്കുന്നത് ശരിയാണോ? എൻ്റെ വിശ്വാസം ശരിയാണോ? എൻ്റെ ജീവിതം ശരിയാണോ? ആ നിലയിൽ വിലയിരുത്തുന്ന ചുരുക്കം പേർ ഉണ്ട്. അവർ വാസ്തവത്തിൽ ആത്മാർത്ഥമുള്ളവരാണ്. അങ്ങനെ വിലയിരുത്തി പോകേണ്ടത് ആവശ്യമാണ്. പൗലോസ് പറയുകയാണ്, നിങ്ങൾ വിശ്വാസത്തിൽ തന്നെയോ നിൽക്കുന്നത് എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ, പരീക്ഷിക്കുവീൻ. വി നീഡ് ടു മേക്ക് ഷുവർ വി ബിലീവ് റൈറ്റ്, വി ലിവ് റൈറ്റ്. നാം വിശ്വസിക്കേണ്ടത്, യഥാർത്ഥമായി വിശ്വസിക്കേണ്ടത് വിശ്വസിക്കുന്നു, നാം ജീവിക്കേണ്ട വണ്ണം ജീവിക്കുന്നു. ഈ കാര്യം നാം ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. എബ്രായ ക്രിസ്ത്യാനികൾ അവർക്കെഴുതുന്ന ലേഖനം നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉപദേശ വിഷയത്തെക്കുറിച്ചല്ല അടിസ്ഥാനപരമായിട്ട് പറഞ്ഞിരിക്കുന്നു. ആ ഭാഗങ്ങൾ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എബ്രായ ക്രിസ്ത്യാനി വിശ്വാസികളുടെ മഹനീയമായിരിക്കുന്ന അവസ്ഥയിൽ താഴോട്ട് വന്നിരിക്കുന്ന ഒരു പതനത്തിൻ്റെ വെളിച്ചത്തിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന സാരമായ ആത്മീയമായിരിക്കുന്ന കേടുപാടിൻ്റെ വെളിച്ചത്തിലാണ് ആ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. ആത്മീയമായിട്ട് ഉത്തമമായിരിക്കുന്ന നേതൃത്വമുണ്ടായിരുന്നു. അപ്പോസ്തലന്മാരുടെ ഉപദേശവും അവരുടെ ശുശ്രൂഷയും അവർക്കുണ്ടായിരുന്നു. ദുർനടപ്പിനെക്കുറിച്ച് മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും അവരോട് പറഞ്ഞിട്ടില്ല. എന്നിരുന്നാൽ തന്നെയും അവരുടെ ജീവിതത്തിലുള്ള ചില വൈറ്റൽ ഫാക്ടേഴ്സ്, ആത്മീയമായിട്ട് ഏറ്റവും സുപ്രധാനമായിരിക്കുന്ന ചില ഘടകങ്ങൾ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ വീഴ്ച സംഭവിക്കുന്നുണ്ടായിരുന്നു. തന്മൂലം ബാഹ്യ നിലയിൽ അവരുടെ ആത്മീയ ജീവിതം നേരെ എന്ന് തോന്നിയിരുന്നെങ്കിലും ആന്തരികമായി ആത്മീയമായി they were going wrong. അവർ തെറ്റായ ദിശയിലായിരുന്നു പോയിരുന്നത്. ശ്രദ്ധിക്കുക, നിങ്ങൾ ശരിയായിട്ടുള്ള വിശ്വസിക്കുന്നു, ചിന്തിക്കുന്നു, നിങ്ങളുടെ ബോധ്യം ശരിയാണ്, നിങ്ങളുടെ ഉപദേശം ശരിയാണ്, നിങ്ങളുടെ സഭാബന്ധം ശരിയാണ്, നിങ്ങളുടെ ആത്മീയ നേതൃത്വം ശരിയാണ്. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിലും that doesn't guarantee that you are going right. നിങ്ങൾ നേരെയാണ് പോകുന്നതെന്നുള്ളതിന് ഉള്ള ഒരു ഉറപ്പ് ഈ കാര്യങ്ങൾ ഒന്നും നിങ്ങൾക്ക് ലഭിക്കത്തില്ല. മറിച്ച് നിങ്ങൾ നേരെയാണോ പോകുന്നതെന്നുള്ളത് വിലയിരുത്തേണ്ട ചില ആത്മീയമായിരിക്കുന്ന നിർണായക ഘടകങ്ങളിൽ കൂടിയാണ്. ഈ എബ്രായ ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ സംഭവിച്ച ഈ ഘടകങ്ങളെക്കുറിച്ച് നമുക്ക് പ്രത്യേകം അല്പം വേഗത്തിൽ നിന്ന് ശ്രദ്ധിക്കാം. വാട്ട് ഹാപ്പൻ ടു ദം? അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഗൗരവമേറിയിരിക്കുന്ന തകരാറുകൾ എന്തൊക്കെയാണ്? 2-ാം അധ്യായത്തിന് തുടക്കത്തിൽ നാം കാണുന്ന കാര്യം, അതുകൊണ്ട് നിങ്ങൾ വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടത്, കേട്ടതധികം ശ്രദ്ധിക്കേണ്ടത്, ശ്രദ്ധയോടെ കരുതേണ്ടത് ആവശ്യം. ദാറ്റ് യു മേ നോട്ട് ഡ്രിഫ്റ്റ് അവേ. നിങ്ങൾ പതുക്കെ പതുക്കെ ഒഴുകി അങ്ങ് പോകാതിരിക്കേണ്ടതിനായിട്ട് ഈ ഡ്രിഫ്റ്റിംഗ്, പതുക്കെയുള്ള വഴുതി മാറ്റം, അത് ശക്തിയേറിയിരിക്കുന്ന ഒഴുക്കിൽ, കുത്തിനുള്ള ഒഴുക്കിലുള്ളൊരു പോക്കല്ല, അബോധമായി അറിയാതെ തന്നെ പതുക്കെ മാറി മാറി പോകുന്നൊരു പോക്കാണ്. അതിൻ്റെ അർത്ഥം 1, നങ്കൂരമില്ല എന്നുള്ളതാണ്. 2, വ്യക്തമായിരിക്കുന്ന ദിശയില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം നാം അവിടെ തന്നെ കാണുന്നത്, വിശ്വാസികൾ തങ്ങളുടെ ജീവിതത്തെ നങ്കൂരമിടുകയും ഉറപ്പിക്കേണ്ടതും അപ്രകാരം തന്നെ മുമ്പോട്ട് അവർക്ക് ദിശ കിട്ടേണ്ടതുമായിട്ടുള്ള, അവർക്ക് ജീവിതത്തിൽ പാത്ത് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ മാർഗം ലഭിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണ്. അത് മുറുകെ പിടിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പിടുത്തം, ആ ബോധം, ആ വിശ്വാസം, ആ അടിസ്ഥാനം, ആ അനുസരണം, ആ വചനത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ജീവിതവും അനുസരണവും നമുക്ക് നഷ്ടപ്പെടുമ്പോൾ വിൽ ബി സബ്ജക്റ്റ് ടു ഫീലിങ്സ്. നാം പലപ്പോഴും പോകുന്നത് നമ്മുടെ വികാരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. നമ്മുടെ തോന്നലുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ മറ്റ് സ്വാധീനങ്ങൾ, നമ്മുടെ യുക്തികൾ, ഇങ്ങനെ പല നിലയിലാണ് സ്വാധീനിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള നാം പഠിച്ചു വന്നിരിക്കുന്ന പാരമ്പര്യങ്ങൾ, ചുറ്റുമുള്ള മനുഷ്യരുടെ സ്വാധീനങ്ങൾ, അഭിപ്രായങ്ങൾ, പല നിലയിൽ നാം സ്വാധീനിക്കപ്പെട്ട ശേഷം വി കുഡ് ബി ഡ്രിഫ്റ്റിംഗ് ഫ്രം ട്രൂത്ത്. സത്യത്തിൽ നിന്ന് നാം അയഞ്ഞ് വഴുതിപ്പോവുക സാധ്യമാണ്. ബിവേർ.
നിങ്ങളുടെ ജീവിതത്തിൽ വചനത്തിലുള്ള കൃത്യമായിരിക്കുന്ന അടിത്തറ, വചനത്തെ ആധാരമാക്കിയുള്ള ജീവിതം, വാട്ട് ദ ബൈബിൾ സേയ്സ്, വചനം എന്ത് പറയുന്നു, അതിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു ജീവിതത്തിൽ നിങ്ങളുടെ പിടുത്തം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, യു ആർ സ്ലോലി ഗോയിങ് റോങ്. നിങ്ങൾ തെറ്റായിട്ടുള്ള വഴിയിലേക്ക് വ്യതിചലിച്ചു എന്ന് ഓർക്കുക. അടുത്ത അധ്യായത്തിൽ നാം കാണുന്ന കാര്യം, മരുഭൂമിയിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. എബ്രായ വിശ്വാസികൾ സംഭവിച്ച അടുത്തൊരു കാര്യം, അവരുടെ ഹൃദയം കഠിനമാകുവാനായിട്ട് തുടങ്ങി. നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ എല്ലാവരെയും സമയത്തോളം തെറ്റും ദോഷവും പാപവും ഒന്നും ചെയ്യാതെ തന്നെ ബൈ നേച്ചർ, സ്വഭാവത്താൽ നമ്മുടെ ഹൃദയം പെട്ടെന്ന് പ്ലാസ്റ്റർ പാരീസ് പോലെയാണ്, തന്നെത്താൻ കഠിനമായിക്കോളും. ഒന്നും ചെയ്യേണ്ട, നമ്മുടെ ഹൃദയത്തെ നുറുക്കത്തിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ആ കഠിന അവസ്ഥ എന്ന് പറയുന്നത് തുടക്കത്തിൽ ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടൊരു വൈമുഖ്യം, റിലക്റ്റൻസ് മാത്രമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങൊരു വൈമുഖ്യമുണ്ടോ? കീൻനെസ് ആൻഡ് സെൻസിറ്റിവിറ്റി, ദൈവിക കാര്യങ്ങളോടുള്ള നിങ്ങളുടെ സ്പർശ്യത, സംവേദനക്ഷമത, വേഗത്തിൽ ദൈവത്തെ കേൾക്കുവാനും അറിയുവാനും സ്നേഹിപ്പാനും അനുസരിപ്പാനുമായിട്ടുള്ള ഹൃദയത്തിൻ്റെ തിടുക്കം, അതിന് കുറവ് വരുന്നുണ്ടോ? ഇതെല്ലാം കാഠിന്യത്തിൽ സംഭവിക്കുന്നതാണ്. അനുതാപത്തിൻ്റെ കുറവ്, ദൈവത്തിൻ്റെ വചനത്തോട് സത്യത്തോടുള്ള അയഞ്ഞ മനോഭാവം, തെറ്റിലേക്ക് നമ്മുടെ ജീവിതത്തിൽ വേഗത്തിൽ തിരിയുവാനായിട്ടുള്ള പ്രവണത വർദ്ധിച്ചു വരിക, ഇതെല്ലാം കാഠിന്യം നിമിത്തം സംഭവിക്കുന്ന കാര്യമാണ്. ബിവെയർ ഓഫ് ഹാർഡ്നെസ് ഓഫ് ഹാർട്ട്. ഹൃദയത്തിൻ്റെ കാഠിന്യത്തെക്കുറിച്ച് നാം വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. അങ്ങനൊരു കാര്യം സംഭവിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം വി ആർ ഗോയിങ് റോങ്, നാം തെറ്റായിട്ടുള്ള വഴിയിലാണ് പോകുന്നതെന്നാണ്. വേഗത്തിൽ യഥാസ്ഥാനപ്പെടണം. അടുത്തതായിട്ട് നാം കാണുന്ന കാര്യം, ഹൃദയകാഠിന്യത്തെ തുടർന്ന് സംഭവിക്കുന്നൊരു കാര്യം, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസം എന്നുള്ള ദുഷ്ടഹൃദയം, falling away from a living God. ദൈവം, നാമെല്ലാം ദൈവത്തിൽ വിശ്വസിക്കുന്നു. ദൈവത്തെ നാം വിശ്വസിച്ച് സേവിച്ച് ആരാധിക്കുന്നു. ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കെ തന്നെ അവർ ഗാഡ് മേ നോട്ട് ബി ലിവിങ് ടു us. നമുക്ക് ജീവനുള്ളൊരു ദൈവത്തിൻ്റെ മുമ്പാകുള്ളൊരു ജീവിതം ഉണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തെ അറിയുന്നു, ദൈവത്തെ കേൾക്കുന്നു ഒക്കെ ആയിരിക്കെ തന്നെ there is a God who is watching. നമ്മെ ശ്രദ്ധിക്കുന്നൊരു ദൈവമുണ്ട്, നമ്മെ അറിയുന്നൊരു ദൈവമുണ്ട്, നമ്മളെ തൂക്കി നോക്കുന്നൊരു ദൈവമുണ്ട്, നമ്മെ ന്യായം വിധിക്കുന്നൊരു ദൈവമുണ്ട്, നാം സേവിപ്പാൻ വിളിക്കപ്പെട്ടൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ മുമ്പാകെയുള്ളൊരു ജീവിതം, ലിവിങ് ബിഫോർ ഗാഡ്, ദൈവത്തിന് മുമ്പാകെ ജീവിക്കുക. മറ്റാരും എന്നെ അറിയുന്നതിൽ കൂടുതൽ, ഞാൻ മറ്റാരെയും പ്രസാദിപ്പിക്കേണ്ടതിൽ കൂടുതൽ എനിക്ക് കാര്യമുള്ളത് ടു ബി എ ലിവിങ് ഗാഡ്. ദൈവം നമുക്ക് ജീവനുള്ളൊരു ദൈവമായിരിക്കുക. രഹസ്യത്തിൽ കാണുന്ന ദൈവത്തിൻ്റെ മുമ്പാകെ, ഹൃദയങ്ങളെ അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പാകെ, സകല രഹസ്യങ്ങളെയും അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പാകെ ലിവിങ് ഫെയ്ത്ത്ഫുൾ ടു ഹിം, അവന് വിശ്വസനായിട്ട് അവന് മുമ്പാകെ ജീവിക്കുക. അതാണ് ജീവനുള്ളൊരു ദൈവത്തെ ത്യജിച്ച് കളഞ്ഞ ശേഷം ദൈവം ഒരു ഉപദേശവും അറിവും ആശയവും സങ്കല്പമായി തീർന്ന് ഒരു വിശ്വാസ വിഷയമായി തീർന്ന് നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയും. അധികം വിശ്വാസികളുടെയും ദൈവം ചിന്ത കൊണ്ടും അറിവുകൊണ്ടും ദൈവം ജീവനുള്ള ദൈവമാണെങ്കിൽ തന്നെ അനുഭവത്തിൽ ജീവനുള്ളൊരു ദൈവത്തിന് മുമ്പാകെയല്ല ജീവിക്കുന്നത്. നിങ്ങൾ ജീവനുള്ളൊരു ദൈവത്തെ സേവിക്കുന്ന നിലയിൽ ദൈവത്തിന് മുമ്പാകെ ജീവിക്കുന്ന ഒരു പരിചയത്തിലായിരിക്കുന്നില്ല എങ്കിൽ ശ്രദ്ധിക്കുക, യു ആർ ഗോയിങ് റോങ്, തെറ്റായ വഴിയിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത് നാം കാണുന്ന കാര്യം, തത്സമയത്ത് കൃപയ്ക്ക് സഹായത്തിനായി നാം കൃപാസനത്തിൻ്റെ അടുത്തേക്ക് അടുത്തിയില്ലുക. ത്രോൺ ഓഫ് ഗ്രേസ്. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ ഏറ്റവും സജീവമാണ്. ക്രിസ്ത്യ ജീവിതം എത്രയും നേരെ പോകുന്നു, ദൈവത്തോടുള്ള ബന്ധം സജീവമായിരിക്കുന്നു. അതിനെ ഏറ്റവും അധികം വെളിപ്പെടുത്തുന്നൊരു ഘടകം കൃപാസനവുമായിട്ടുള്ള നമുക്കുള്ള ബന്ധമാണ്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ രഹസ്യ ജീവിതത്തിൽ നാം അടുത്ത് വന്ന് നമ്മുടെ ഡിവോഷണൽ ലൈഫ്, നമ്മുടെ ചിന്ത, നമ്മുടെ ശാന്ത സമയങ്ങൾ, ദൈവസന്നിധിയിലുള്ള ഏകാഗ്ര സമയങ്ങൾ, ക്വയറ്റ് ടൈം, ദൈവസന്നിധി നാം അടുത്ത് ചെന്ന് നിരന്തരമായിട്ട് ദൈവത്തോട് നമ്മുടെ ഹൃദയത്തെ ബന്ധിപ്പിക്കുന്ന സമയങ്ങൾ, ഈ കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ശോഷണം സംഭവിക്കുകയാണ്. നാം ആത്മീയമായിട്ട് ഏറ്റവും പുരോഗമിക്കുന്ന സമയങ്ങളിൽ ദ ത്രോൺ ഓഫ് ഗ്രേസ് ഇസ് വെരി നിയർ ടു us. കൃപാസനം നമുക്ക് വളരെ അടുത്തായിരിക്കും നമ്മൾ ആത്മീയമായിട്ട് ഏറ്റവും മുന്നേറുന്ന സമയങ്ങളിൽ. എന്നാൽ നാം അകലിച്ച സമയങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നൊരു കാര്യം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ മുടക്കം പറ്റുന്നു, ദൈവത്തോടുള്ള സാന്നിധ്യബോധത്തിൽ കുറഞ്ഞു പോകുന്നു, ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സന്ദർഭങ്ങൾ കുറയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ കൃപാസനത്തോടുള്ള അടുപ്പം കുറയുന്നുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം യു ആർ ഗോയിങ് അസ്ട്രേ, നിങ്ങൾ തെറ്റിപ്പോവുക എന്നാണ്. പിന്നീട് നാം കാണുന്ന കാര്യം, അവനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയുവാനുണ്ട്, എങ്കിലും തെളിച്ചു തരുവാൻ പ്രയാസം. കാരണം യു ആർ ഡൾ ഓഫ് ഹിയറിങ്. നിങ്ങൾക്ക് കേൾക്കാൻ വിഷമം, അതൊരു വലിയ പ്രശ്നമാണ്. നമ്മുടെ ആത്മീയജീവിതത്തിൽ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ നമ്മുടെ അറിവ്, വിശ്വാസം, പരിചയം, ശുശ്രൂഷ, വളരെ കാര്യങ്ങളിൽ ബാഹുല്യം വരുമ്പോഴും
സമയം കഴിയും തോറും പലർക്കും സംഭവിക്കുന്ന കാര്യമാണ് അവർക്ക് കേൾക്കാൻ കഴിയാത്ത അവസ്ഥ. ദൈവവചനത്തിൻ്റെ അറിവ് ഉണ്ടെങ്കിലും എത്ര പഠിച്ചിട്ടുണ്ടെങ്കിലും ദൈവവചനത്തെ കേൾക്കുക എന്ന് പറയുന്ന മറ്റൊരു കാര്യമാണ്. ദൈവവചനത്തിൻ്റെ അറിവും ദൈവവചനത്തിൻ്റെ കേൾവിയും രണ്ടാണ്. God should be speaking to you. Only then you have the word of God. ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനമുള്ളൂ. തിരുവഴുത്തിൻ്റെ പരിജ്ഞാനം ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് നൽകുന്നില്ല. വചനം ദൈവം നിങ്ങളോട് ഇടപെടണം, സംസാരിക്കണം, നിങ്ങളെ വഴി നടത്തുന്നതാകണം, നിങ്ങളെ ശാസിക്കുന്നതും തിരുത്തുന്നതും നടത്തുന്നതും അഭ്യസിപ്പിക്കുന്നതുമായിരിക്കണം. വേർഡ് ലിവിങ്, ജീവനുള്ള ദൈവത്തിൻ്റെ വചനം, ദൈവത്തെ കേൾക്കുന്നവരായിരിക്കണം. കേൾവി ഒരു പ്രശ്നമായി തീരുന്നുണ്ടെങ്കിൽ ചില സമയത്തോളം ദൈവത്തെ ഏകാഗ്രമായിട്ട് ഒറ്റയ്ക്ക് കേൾക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് പുറകോട്ട് പോയി മറ്റുള്ളവർ കൂടി വചനത്തിൽ കൂടി കേൾക്കുന്നവരുണ്ട്. ആ തലത്തിൽ നിന്ന് പുറകോട്ട് പോയ ശേഷം വചനകേൾവി പോലും നഷ്ടപ്പെടത്തക്കവണ്ണം ചെവി കേൾക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പലരുടെയും കാതുകൾ അടഞ്ഞു പോകാറുണ്ട്. ഇറ്റ്സ് എ ഡേഞ്ചറസ് സ്റ്റേജ് വേർ യു ആർ നോട്ട് ഏബിൾ ടു ഹിയർ ഗോഡ്. ദൈവത്തെ കേൾക്കാൻ കഴിയാത്ത അവസ്ഥ എന്ന് പറയുന്നത് അപകടകരമായിരിക്കുന്നൊരവസ്ഥയാണെന്ന് ഓർക്കുക. നിങ്ങളുടെ ഉപദേശങ്ങളും കാര്യങ്ങളും പരിചയങ്ങളും നിങ്ങളുടെ ആരാധനാ രീതികളും ശുശ്രൂഷകളും ഒക്കെ ശരിയാണെങ്കിലും when you are not able to hear God, ദൈവത്തെ കേൾക്കുന്ന ഒരു പരിചയം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുവെങ്കിൽ you are going wrong. നിങ്ങൾ തെറ്റായ വഴിയിലാണ് പോകുന്നത്. ഒടുവിലായിട്ട് അവരെ സംബന്ധിച്ചും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നൊരു കാര്യം, അവരുടെ ജീവിതത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്യുന്നുവെങ്കിൽ പാപങ്ങൾക്കായിട്ട് ഇനിയൊരു പ്രായശ്ചിത്തമില്ല. ഡെലിബറേറ്റ് സിന്നിങ്, മനഃപൂർവ്വമായി പാപത്തിൽ തുടരുക, ഇതിൻ്റെ ഗൗരവം അനേക വിശ്വാസികൾ മനസ്സിലാക്കിയിട്ടില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് there is no sacrifice for such sin. ആ പാപത്തിന് ഇനിയും പ്രായശ്ചിത്തമില്ലെന്നാണ്. വിശ്വാസികൾ പാപത്തെ ലഘുവായിട്ടെടുക്കുന്നു, ഹൃദയകാഠിന്യത്താൽ പാപത്തിൽ തുടരുന്നു. പാപത്തിൽ തുടരുന്നൊരു ജീവിതം, ബോധപൂർവം പാപത്തിൽ ജീവിക്കുന്നൊരു ജീവിതം, അതെത്ര അപകടകരമായിരിക്കുന്ന ജീവിതമാണ്. എത്ര അടിസ്ഥാനപരമായിരിക്കുന്ന സത്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും, നിങ്ങളുടെ ആത്മജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും, എത്ര നന്മ ചെയ്യുന്നുണ്ടെങ്കിലും, എത്ര കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിലും, എത്ര പണം ചിലവഴിക്കുന്നുണ്ടെങ്കിലും, എവിടെയൊക്കെ കിടന്ന് ശുശ്രൂഷിക്കുന്നുണ്ടെങ്കിൽ തന്നെയും മനഃപൂർവ്വം പാപം ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾ തുടരുന്നുവെങ്കിൽ നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതം താറുമാറായിരിക്കുന്ന, എത്രയും ഗൗരവകരമായിരിക്കുന്ന അവസ്ഥയിലേക്ക് അധപതിച്ചു പോയിരിക്കുന്നു എന്ന് ഓർക്കണം. കം ബാക്ക്, തിരിച്ചു വന്ന ശേഷം, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ശേഷം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അനുസരണത്തിൽ, ദൈവഭയത്തിൽ ദൈവത്തെ സേവിക്കുക. ഇങ്ങനെയുള്ള വൈറ്റൽ, എത്രയും ഗൗരവകരമായിരിക്കുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ അവഗണിച്ച ശേഷം അതർ തിങ്സ് ആർ റൈറ്റ്, മറ്റു കാര്യങ്ങൾ ശരിയെന്നുള്ള നിലയിൽ ക്രിസ്ത്യ ജീവിതത്തെ കണ്ടുകൂടാ. എബ്രായ ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ അങ്ങനെ കാര്യങ്ങൾ പോയിരുന്നു, മറ്റു കാര്യങ്ങളെല്ലാം നന്നായിരിക്കുന്നു എന്നുള്ള നിലയിൽ ഇങ്ങനെയുള്ള ഗൗരവമായിരിക്കുന്ന ഇടങ്ങളിൽ ശോഷണം സംഭവിച്ചിരുന്നു. ഫലം എന്താണ്? ദ വെന്റ് റോങ് തിങ്കിങ് റൈറ്റ്. ശരിയെന്നുള്ള നിലയിൽ തെറ്റായ ദിശയിൽ പോയിരുന്നു. ആർ യു ഓൾസോ ഗോയിങ് റോങ് തിങ്കിങ് റൈറ്റ്? ശരിയെന്നുള്ള നിലയിൽ ചിന്തിച്ചും വിശ്വസിച്ചും ശരിയായിട്ടുള്ള സഭയെ ഉപദേശമായിട്ട് കരുതിയും നിങ്ങൾ പോകുന്ന പോക്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തിന്മയും പരാജയം സംഭവിക്കുന്നുണ്ടോ? യു ആർ ഗോയിങ് റോങ്. നിങ്ങൾ തെറ്റായ വഴിയിലാണ് പോകുന്നതെന്ന് ഓർക്കുക. കം ബാക്ക് ആൻഡ് ഡു ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഹിതം നിങ്ങൾ നിവർത്തിക്കുക, ദൈവത്തെ ഭയഭക്തിപൂർവ്വം സേവിക്കുക. ഈ ലക്ഷ്യത്തിൽ എന്നോട് ചേർന്ന് നിങ്ങളും പ്രാർത്ഥിക്കുക. നാഥ, നല്ല ജീവിതത്തിനായി സ്തോത്രം, നല്ല വിളിക്കായി സ്തോത്രം. അവിടുത്തെ വചനത്തിൽ നിങ്ങൾ കേട്ടവണ്ണം ഉത്തമമായിരിക്കുന്ന, ഗൗരവപൂർണമായിരിക്കുന്ന ആ ജീവിതത്തിൻ്റെ കാൽവയ്പ്പുകളിൽ കൂടി അങ്ങേ അർത്ഥപൂർണമായിട്ട് സേവിപ്പാൻ ഞങ്ങളെ സഹായിക്കും. യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ.